നൂറുൽ ഉലമ എം എ ഉസ്താദ് മദ്രസക്ക് രൂപം കൊടുത്തു. മദ്രസ ഇല്ലായിരുന്നു, ആർക്കും മദ്രസ ഇല്ല. സമസ്ത രൂപീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞു, മദ്രസ തുടങ്ങിയിട്ടില്ല. ഒത്തുപള്ളികളായിരുന്നു. പള്ളിന്റെ ഉള്ളിൽ ഒരു ഉസ്താദ് ബാങ്ക് കൊടുക്കാനും അയാൾ തന്നെ, ഖുത്ബയും അയാൾ തന്നെ ഈ കുട്ടികൾക്ക് പലകയിൽ എഴുതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. കമ്മിറ്റി ഉണ്ടോ? കമ്മിറ്റി ഇല്ല. മുത്തവല്ലിമാർ, ഓരോരോ പള്ളിന്റെ മുത്തവല്ലികളെ പറ്റി അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വെള്ളിയാഴ്ച വരും, മുറുക്കാൻ കെട്ടുമായി ബത്തലെ അടക്കന്റെ ചീലയായിട്ട് വരും. മുത്തവല്ലി 4-5 ആളുകൾ പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് വരാന്തയിലിരിക്കും. ചിലപ്പോ ബത്തല് തന്നിട്ട് അതിന്റെ ചുവപ്പ് കാണിച്ച് പള്ളിന്റെ മതിൽക്കന്നെ തുപ്പിന്ന് വരും. ആര് ചോദിക്കാൻ? അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവിടേക്കാണ് എം എ ഉസ്താദ് കടന്നു വരുന്നത്. ഇങ്ങനെ ആയാ പോരാ, നമ്മളെ കുട്ടികൾ വളർന്നിട്ട് വലിയ പണ്ഡിതന്മാരാകണ്ടേ? അവർക്ക് നമുക്കൊരു സിസ്റ്റം വേണ്ടേ? അവർക്ക് സിലബസ് വേണ്ടേ? ക്ലാസുകൾ വേണ്ടേ? ഇടക്കിടക്ക് കുട്ടികളെ പരിശോധിക്കാൻ മുഫദ്ദിസുമാർ വരണ്ടേ? എക്സാം പരീക്ഷ നടത്തണ്ടേ? കുട്ടികൾക്ക് അവർക്ക് റിസൾട്ട് കൊടുക്കണ്ടേ? വലിയ വലിയ കിതാബുകൾ പഠിക്കാൻ നമ്മളെ മക്കളെ പാകപ്പെടുത്തണ്ടേ? മദ്രസകൾ പോയി സെക്കൻഡറി മദ്രസകളാകണ്ടേ? അവിടെ നിന്ന് ദർസിലേക്ക് എത്തണ്ടേ? അറബി കോളേജിലെത്തണ്ടേ? വെറും ഈ മുറുക്കാൻ തിന്നിട്ട് പള്ളിന്റെ മതിലിലേക്ക് തുപ്പുന്ന മുക്തസർമാർ മാത്രം ഉണ്ടായാൽ മതിയോ? ഇവിടേക്കാണ് എം എ ഉസ്താദ് വരുന്നത് മദ്രസ ഉണ്ടാക്കാൻ. നിങ്ങൾ ചിന്തിക്കണം, എം എ ഉസ്താദ് മദ്രസ ഉണ്ടാക്കാം, അതിനെന്തിപ്പോ കാര്യം? ചോദിക്കുന്നവരുണ്ട്. എം എ ഉസ്താദ് മദ്രസയുടെ പിതാവാണ്, അതിന്റെ ഫൗണ്ടറാണ്, അതിനെ ഈ രാജ്യത്ത് പരിചയപ്പെടുത്തിയ ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചു പോകും, അതിനെന്താ പ്രയാസം? തറക്കല്ലിടുക, കെട്ടുക, ഒരു മദ്രസ ആക്കുക, പഠിപ്പിക്കുക, കഴിയില്ല. ഈ മുത്തവല്ലിന്റെ അടുക്കൽ വരണം മദ്രസ ഉണ്ടാക്കാൻ പറയാൻ. മുത്തവല്ലി ചിന്തിക്കും, മദ്രസ വന്നാൽ പിന്നെ ഇവിടെ കമ്മിറ്റി വരും, കമ്മിറ്റി വന്നാൽ എന്റെ മുത്തവല്ലി സ്ഥാനം തീർക്കും, മുക്തസർ പട്ടം പോവും, പിന്നെ അണക്ക് ഇവിടെ വല്ല ഒരു ദാദായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് മുത്തവല്ലി ചിന്തിക്കും. ഈ മുത്തവല്ലിന്റെ അടുക്കലേക്കാണ് എം എ ഉസ്താദ് വരുന്നത്. പല സ്ഥലങ്ങളിലും മദ്രസ വിരോധികൾ ഉണ്ടായിരുന്നു. എം എ ഉസ്താദിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം, മദ്രസയ്ക്ക് വിരോധം വന്നു. കാരണം പലരുടെയും സ്ഥാനങ്ങൾ തെറിച്ചു പോകുമെന്ന് പഠിച്ചപ്പോൾ മദ്രസയ്ക്കെതിരെ നിന്നു ആ വിഭാഗം. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച മലകളും കാടുകളും താണ്ടി 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 ഒരിടത്ത് കടന്നുറങ്ങാതെ വിശ്രമിക്കാതെ ഉണ്ടാതെ ഇരിക്കാതെ വീണ്ടും തന്റെ ദൗത്യം തുടർന്നു. മദ്രസയ്ക്ക് രൂപം കൊടുത്തു, മദ്രസ രൂപീകരിച്ചു, പല മഹല്ലുകളിലും മദ്രസ തുടങ്ങി. മദ്രസ നമ്മൾ 2 വട്ടം പുതുക്കിയിട്ടുണ്ടാവും. ഇപ്പോ അതിന്റെ തുടക്കം കുറിച്ച ആളാണ് ഒന്നിരായ നൂറുൽ ഉലമ. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. സഹോദരങ്ങൾ, ചില്ലറ ത്യാഗങ്ങളല്ല നമ്മളെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ